കൊച്ചിയിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി റോഡിൽ പോലീസ് കെട്ടിയ വടം കഴുത്തിൽ കുടുങ്ങി സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വടുതല സ്വദേശി മനോജ് ഉണ്ണിയാണ് മരിച്ചത്. ഇന്നലെ രാത്രി പള്ളിമുക്ക് ജംഗ്ഷനിലാണ് സംഭവം. പോലീസ് റോഡിന് കുറുകെ വടം കെട്ടിയിരുന്നത് കാണും വിധമായിരുന്നില്ല എന്ന് മനോജിന്റെ സഹോദരി ചിപ്പി. കാണുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. മീൻസ് ആ ഓടിച്ചു വരുന്ന ആളത് കാണണ്ടേ, അതുണ്ടായിരുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ സാറുമാർ പോലീസുകാർ ചെക്കിങ്ങിന് നിൽക്കുന്നുണ്ടെങ്കിലും അവർ സെൻറ്ററിൽ ഉണ്ടായിരുന്നില്ല. പോലീസുകാർ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവൻ കണ്ടില്ല. പെട്ടെന്ന് വരുമ്പോൾ ഇരുട്ടും രാത്രി 9 മണിക്കാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 9 മണിക്കാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം അവൻ അടിച്ച് വീഴുകയാണ് ഉണ്ടായത്. വടം നേരെ കഴുത്തിൽ വന്നിട്ട് അടിച്ച് തെറിച്ചു വീണു. വിവരങ്ങളുമായി രാഗൻ ചേരുന്നു. രാഗൻ, ഗുഡ് മോർണിംഗ്. ഇത് കാണുന്ന തരത്തിലായിരുന്നില്ല വടം കെട്ടിയത് എന്നാണ് സഹോദരി പറയുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് നേരത്തെ കൂട്ടി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ്. ശരിക്കും ഈ സംഭവം നടന്നത് എങ്ങനെയായിരുന്നു എന്നാണ്? അവിടെ ആരെങ്കിലും സ്ഥലത്തുണ്ടായിരുന്നോ? CCTV ദൃശ്യങ്ങളോ മറ്റോ ലഭ്യമാണോ? പോലീസ് കുറെ കൂടി ജാഗ്രതയോടുകൂടി ഇടപെട്ടിരുന്നെങ്കിൽ തൻ്റെ സഹോദരൻ ഇപ്പോൾ ജീവിച്ചിരുന്നേനെ എന്ന കാര്യമാണ് സഹോദരി ചിപ്പി മാതൃഭൂമി ന്യൂസിനോട് പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം. അതായത് ഇന്നലെ രാത്രി ഏകദേശം ഒരു 9:30-ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് എത്തുന്നു. അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. അങ്ങനെ റോഡിന് കുറുകെ വടം കെട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും റോഡിന് കുറുകെ വടം കെട്ടുമ്പോൾ ഒട്ടനവധി മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഈ വടം കാണുന്ന ആയിരുന്നില്ല കെട്ടിയത് റോഡിന് കുറുകെ എന്നൊരു കാര്യമാണ് പ്രധാനമായും പറയുന്നത്. അത് അങ്ങനെ ആരുടെയും കണ്ണിൽ പെടുന്ന നിലയിലായിരുന്നില്ല. ഒരു വെളുത്ത ഇത് മാത്രമാണ് കെട്ടിയിരുന്നത്. സാധാരണഗതിയിൽ കുറെ കൂടി ബാരിക്കേഡ് വെക്കുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ, കുറെ കൂടി അടയാളങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടാകില്ല എന്നാണ് ബന്ധുക്കളും മറ്റു കാര്യങ്ങളും ആളുകളും ഒക്കെ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ പോലീസ് സെൻട്രൽ ഉണ്ടായിരുന്നില്ല. അതായത് ഈ റോഡിന് നടുവിൽ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ വാഹനം നിർത്തുമായിരുന്നു, അല്ലെങ്കിൽ വാഹനത്തിന് പോകാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ പോലീസ് വശങ്ങളിൽ നിന്ന് കൈകാണിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും കുടുംബം പറയുകയാണ്. അതായത് ഒരു ജാഗ്രതക്കുറവ് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്രമീകരണം ഏർപ്പെടുത്തുന്നതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ പോലീസ് പറയുന്നത് ഈ വാഹനം കൈകാണിച്ചിരുന്നു, നിർത്തിയില്ല. അങ്ങനെ വാഹനം ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വയലേഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ്. എന്തായാലും സംഭവത്തിൽ പോലീസും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബന്ധുക്കളിൽ നിന്നടക്കം സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തുന്നുണ്ട്. ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുമുണ്ട്. ഈ മനോജ് ഉണ്ണിയുടെ മാതാവാണ് ഇവിടെ ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റു ബന്ധുക്കളൊക്കെ തന്നെ ആശുപത്രിക്കകത്തും ഉണ്ട്. അവരൊക്കെ തന്നെ ഇക്കാര്യങ്ങളാണ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. ഇത്തരത്തിൽ ഒരു 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 കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകാതിരുന്നത് ഈ ഒരു അപകടത്തിനും മരണത്തിനും കാരണമായി എന്നതാണ് പറയുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ മനോജ് ഉണ്ണിയെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മനോജ് ഉണ്ണി വീട് രവിപുരത്താണ്, പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് വടുതലയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. എന്തായാലും അതിദാരുണമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു അപകടമാണ് കഴിഞ്ഞ ദിവസം വിഷുവിൻ്റെ അന്ന് രാത്രി ഉണ്ടായിട്ടുള്ളത്. ഒരു കുടുംബത്തിലെ സാധാരണ ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുന്ന സമയത്ത് പോലീസ് ബാരിക്കേഡുകൾ കൊണ്ടുകൂടി അവിടെ തടസ്സപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ പോലീസ് കാവൽ നിൽക്കാറുണ്ട്. തൊട്ടടുത്ത് തന്നെ കുറച്ച് മുന്നേ, അതായത് വാഹനം നിർത്തേണ്ടതിന് കുറച്ച് മുന്നേ തന്നെ പോലീസ് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയൊക്കെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഈ സാഹചര്യത്തിൽ അതൊന്നും ഉണ്ടായില്ല എങ്കിൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത അനാസ്ഥയല്ലേ? തീർച്ചയായും അങ്ങനെയാണ് സംഭവം നടന്നിട്ടിരിക്കുന്നതെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു VVIP ഡ്യൂട്ടിയുടെ ഭാഗമായി ഒരു ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ അത് എത്രത്തോളം നല്ല രീതിയിൽ നടപ്പാക്കണം എന്ന കാര്യം പോലീസിന് മുന്നിൽ ഉണ്ട്. കാരണം സാധാരണഗതിയിൽ പനമ്പള്ളി നഗറിൽ നിന്ന് വരുന്ന വഴിയാണ്. അത് സൗത്ത് പാലം ഇറങ്ങി ഉള്ള ഒരു വീതിയാണ് ഉള്ളത്. അങ്ങനെ സൗത്ത് പാലം ഇറങ്ങി വേഗത്തിൽ വരുന്ന ആ വാഹനം പ്രത്യേകിച്ചും ഈ റോഡിന് നടുവിൽ ഇത്തരത്തിൽ ഒരു വടം പോലെ ഒരു കയറ് കെട്ടിയാൽ അത് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു പോലീസിങ് ആ മേഖലയിൽ ആ സമയത്ത് ഉണ്ടാകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ ഏവരും എടുത്തു പറയുന്നത്. വശങ്ങളിൽ നിന്ന് കൈകാണിക്കുകയോ മറ്റു കാര്യങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ കാണണമെന്നില്ല. മറിച്ച് അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് കടന്നു പോകാം. പക്ഷേ നടുവിൽ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ, മധ്യഭാഗത്ത് തന്നെ പോലീസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വാഹനം ഇനി കാണാത്ത കൊണ്ട് നിർത്താത്തതാണോ അല്ലെങ്കിൽ ഇനി കണ്ട് തന്നെ കടന്നു പോവുകയാണെങ്കിലും അത്
പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം ഒരു സംഭവത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ വാദങ്ങളോ പോലീസ് ഉന്നയിച്ചാൽ പോലും ഇക്കാര്യങ്ങൾ നല്ല രീതിയിൽ നടപ്പാക്കേണ്ടത്, ഒരു ക്രമീകരണം നല്ല രീതിയിൽ നടപ്പാക്കേണ്ട ഒരു കാര്യത്തിൽ പോലീസിന് മുന്നിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് എപ്പോഴാണ് അമ്മ ഇത് അറിഞ്ഞത്? എപ്പോഴാണ് ഇത് അറിഞ്ഞത്? ഞങ്ങൾ 9:30 ആയിട്ടുണ്ടെന്ന് തോന്നണു. 8:30 ഞാൻ അവനെ വിളിച്ച്. അവൻ എങ്ങോട്ടും പോകൂല. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്. ഞാൻ സുചീന്ദ്ര ഹോസ്പിറ്റലായിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് വന്നപ്പോൾ എങ്ങോട്ടും പോകില്ല. അവൻ മരുന്നെടുത്ത് തരാനും എല്ലാ കാര്യങ്ങളും അവനാണ് നോക്കണത്. ഇന്നലെ എന്തോ വെല്ലപ്പോഴൊക്കെ ഒരു പൂവ് വൈകുന്നേരം മുമ്പ് ആ വേഗം വരും. ഇന്നലെ പോയി 3:30 ആയപ്പോൾ പോയി. വീട്ടിൽ നിന്ന് പോയതാണ് അല്ലേ? 3:30 ആയപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് ഇത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അവൻ പോയി 8:30 ആയപ്പോൾ ഞാൻ കാണാനാകുമ്പോൾ അപ്പം വിളിക്കും. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയല്ലല്ലോ അമ്മേ, ഞാൻ വന്നോളാന്ന് പറയും. എങ്ങനെയാണ് പതിവ്. പക്ഷേ ഇന്നലെ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ 9:30 ആയപ്പോൾ 9:30 എത്തിക്കോളാം. അപ്പോൾ പുള്ളിക്കാരൻ രാത്രി ചോറല്ല കഴിക്കുക, പലഹാരം കഴിക്കുള്ളൂ. അപ്പം അമ്മയ്ക്ക് വയ്യാത്തതാകുമ്പോൾ പലഹാരം ഉണ്ടാക്കണ്ട, ചോറ് കഴിച്ചോളാന്ന് പറഞ്ഞു. 9:30 വരാമെന്ന് പറഞ്ഞിട്ട് 9:30 ആവാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ശരിക്കും കറക്റ്റ് സമയം അറിയണില്ല. അപ്പോഴാണ് ഇങ്ങനെ മോള് വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടി ആരെ കൊണ്ടുപോയേക്കണമെന്ന് ചോദിച്ചു. അച്ഛൻ കൊണ്ടുപോകാറുണ്ട്, മോനും കൊണ്ടുപോകാറുണ്ട്. അപ്പം മനോ കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞു. ആ വണ്ടി എന്തോ ആക്സിഡൻ്റ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് പോലീസുകാർ വിളിച്ചിട്ടുണ്ടായിന്ന് പറഞ്ഞു. അപ്പോൾ അതായത് മോളുടെ കെട്ടിയാൻ ഉണ്ടായിരുന്നു. അതിനോടും പറഞ്ഞു, പിന്നെ ചേട്ടനോടും പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വരുമ്പോൾ തന്നെ പോലീസുകാർ വിളിച്ച് ഇത്തിരി പ്രശ്നമാണ്, അപ്പോൾ ഞങ്ങൾ തിയേറ്ററിലേക്ക് കയറ്റാൻ പോണേണ്, നിങ്ങളെവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കാണാനൊന്നും പറ്റിയില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കാണിച്ച് ഒരുപാട് ബുദ്ധിമുട്ട്. രാഗിൻ മതി, അമ്മയുടെ സങ്കടം കണ്ടു നിൽക്കാനാവില്ല എന്നതുകൊണ്ട് തന്നെ ഹൃദയമുള്ളവർക്കൊന്നും കണ്ടു നിൽക്കാനാവുന്നതല്ല രാഗിനത്. കൂടുതൽ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പറയൂ രാഗിൻ. അതെ, കാരണം അത്യന്തം സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കാരണം കുടുംബത്തിൻ്റെ ഒരു അത്യന്തം സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് സൂചിപ്പിച്ചതുപോലെ. കാരണം കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിരുന്നു. മാത്രമല്ല ഇന്നലെ വിഷുദിനം കൂടിയാണ്. വരാം എന്ന് പറഞ്ഞ് തിരിച്ച് പോയതാണ്. അങ്ങനെ ആ ഘട്ടത്തിലാണ് ഒരു അപകടം ഉണ്ടാകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കുന്നതുമല്ല. കാരണം അതിനുശേഷം ഇക്കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോഴാണ് വീട്ടുകാർ അടക്കം ഞെട്ടിപ്പോകുന്നത്. അപ്പോൾ ഇതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇതിൽ പോലീസ് പറയുന്നത് വാഹന പരിശോധനയുടെ ഭാഗമായി തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ ഭാഗമായി തന്നെ കൈ കാണിച്ചു നിർത്തിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് പോലീസ് സെൻട്രൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ബാരിക്കേഡ് പോലെയുള്ള കൃത്യമായിട്ടുള്ള അടയാളങ്ങൾ, അതായത് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇത് സ്ട്രെയിറ്റ് റോഡാണ്, അതുകൊണ്ട് തന്നെ വളവിൽ അല്ല, സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ നേരെ പോയാൽ കാണാനും കഴിയും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ കഴിയുന്നൊരു കാര്യമായിരുന്നു. അതാണ് ആ സഹോദരി ചിപ്പി നമ്മളോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഇടപെടൽ, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നൊരു കാര്യമാണ് പലരും പങ്കുവയ്ക്കുന്നത്. നോക്കുമ്പോൾ പോലീസ് പല വാദങ്ങളും ഉന്നയിക്കുന്നുണ്ടെങ്കിലും ആ വാദങ്ങളൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ സ്റ്റാൻഡ് ചെയ്താൽ പോലും അത് പക്ഷേ ഈ ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തുന്നതിൽ വന്നിട്ടുള്ള ചില വീഴ്ചകളും പാളിച്ചകളും. ഏതായാലും അതിദാരുണമായ ഒരു സംഭവമായി പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കുക തന്നെ വേണം.